യെസ്, കേരളത്തിന് ഒന്നും ലഭിക്കാത്തതിൽ നിരാശ പങ്കുവയ്ക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള MP മാർ. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലം, തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സൈനുലബ്ദീൻ എന്നിവർ ചേരുകയാണ്. തൗഫീഖ, കേരളത്തിന് എയിംസ് ഇല്ല, അതിവേഗ റെയിൽ പാതയില്ല, മറ്റ് വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും തന്നെയില്ല. എവിടെയൊക്കെ ഈ ബജറ്റ് അവതരണത്തിനിടെ കേരളത്തിന്റെ പേരുയർന്നു കേട്ടു? കേരളത്തിന് എന്താണ് ബജറ്റിൽ ഉള്ളത്? ദിവ്യ, പൊതുവെ പറയുകയാണെങ്കിൽ കേരളം പ്രതീക്ഷിച്ച ഒന്നും തന്നെ കേന്ദ്ര ബജറ്റിൽ ഉണ്ടായില്ല എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കണം. കാരണം 29 ആവശ്യങ്ങളായിരുന്നു സംസ്ഥാനം കേന്ദ്രത്തിന് കൈമാറിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എയിംസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, ഈ ഇടനാഴി ഉണ്ടായിരുന്നു, റെയിൽവേ ഇടനാഴി ഉണ്ടായിരുന്നു. അതൊന്നുപോലും കേരളത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ ബജറ്റിൽ ഏറെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം. 7 റെയിൽവേ ഇടനാഴികൾ പ്രഖ്യാപിച്ചപ്പോൾ അതിലൊന്ന് കേരളം ഇടം പിടിക്കുമെന്ന് വലിയ പ്രതീക്ഷയിലായിരുന്നു കേരളത്തിൽ നിന്നുള്ള MP മാർ ഉൾപ്പെടെ സഭക്കകത്തുണ്ടായിരുന്നത്. എന്നാൽ ആ പ്രഖ്യാപനം ഉണ്ടായില്ല. ഇതിന് പിന്നാലെ കേരളം കേരളം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് MP മാർ ആ സഭക്കകത്ത് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുകയും ചെയ്തു. വലിയ നിരാശ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. 12 ജലപാതകളിലും കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. റെയിൽവേ കൂടാതെ 12 പുതിയ ജലപാതകൾ കൂടി കേന്ദ്രം ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതിലും കേരളത്തിൽ ഇടം പിടിച്ചില്ല, അതിനും കേരളത്തെ പരിഗണിച്ചില്ല. പകരം ധാതു ഇടനാഴിയിൽ മാത്രമാണ് കേരളം ഉള്ളത്. അപൂർവ ധാതുഖനനം കൂട്ടാനാണ് ഈ പദ്ധതി. അതിലാണ് ഇപ്പോൾ കേരളം ഇടം പിടിച്ചിരിക്കുന്നത്. ഒഡീഷ, കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളെ ചേർത്താണ് ഈ ഇടനാഴി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതല്ലാതെ മറ്റൊരു കേരളം പ്രതീക്ഷിച്ചിരുന്ന ഒന്നുപോലും കേരളത്തിൽ ഉണ്ടായില്ല എന്നുള്ള നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യം കൂടി ഇത്തവണത്തെ ഈ ബജറ്റിൽ ഉണ്ടായിരിക്കുന്നു. വലിയ പ്രതീക്ഷയിലായിരുന്നു എല്ലാവരെയും ബജറ്റിനെ കണ്ടിരുന്നത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്രം പ്രത്യേകമായി പരിഗണിക്കും എന്നുള്ള വിവരങ്ങളെല്ലാം നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ അത്തരമൊരു പരിഗണന കേരളത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായില്ല. നൽകിയ 29 പദ്ധതികളിൽ ഒന്നിൽ പോലും ഒരു പരിഗണന കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് വലിയ നിരാശ തന്നെയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. കേരളം സ്ഥലം ഉൾപ്പെടെ കണ്ടെത്തി അത് കേന്ദ്രത്തെ നിരന്തരം അറിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നാൽ അതിൽ ഇത്തവണയും ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട്, ഒരു പദ്ധതി പ്രഖ്യാപനത്തിലേക്ക് എത്താനായിട്ട് കേന്ദ്രത്തിന് സാധിച്ചില്ല. അതിൽ വലിയ രീതിയിലുള്ള അവഗണന ഇപ്പോഴും തുടരുകയാണ്. മറ്റൊന്ന് കേരളത്തിൽ വിവാദമായത് ഈ ശ്രീധരന്റെ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. അതിന് പിന്നാലെ കേരളം പുതിയ പദ്ധതി പ്രഖ്യാപിച്ചതുമൊക്കെ അതിവേഗ പാതയിലെങ്കിലും പണം നീക്കിവയ്പുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതാണ്. അതുണ്ടായിട്ടില്ല.